മഴക്കാലം ശക്തമായതോടെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയപ്പോൾ ഫ്ലൈ ഓവറിന് താഴെ അഭയം കണ്ടെത്തിയ കുടുംബങ്ങളുണ്ട്. വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ കുടുംബങ്ങൾ വീടിന് സമീപം പാലത്തിന് താഴെ താമസമാക്കിയത്. അപ്രതീക്ഷിതമായാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. വീട്ടുപകരണങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി. മനുഷ്യർക്ക് ക്യാമ്പിലേക്ക് പോകാം, പക്ഷേ മിണ്ടാപ്രാണികൾക്ക് എന്തു ചെയ്യും? ചെമ്പക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 4 കുടുംബങ്ങൾ വളർത്തുമൃഗങ്ങളുമായി AC റോഡിലെ ഒന്നാങ്കക്കര ഫ്ലൈ ഓവറിന് താഴെ അഭയം തേടി. പഞ്ചായത്തിൽ ക്യാമ്പ് ഉണ്ടായിട്ടും അങ്ങോട്ട് പോകാതെ പാലത്തിന് താഴെ അഭയം തേടിയത് ഈ വളർത്തുമൃഗങ്ങളെ ഓർത്താണ്. ഇതുണ്ട്, ഇതിൻ്റെ തള്ളയും തന്റെ അങ്ങേറ്റത്ത് കിടപ്പുണ്ട്, കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ കോഴിയുണ്ട്, ആടുണ്ട്, പിന്നെ അവിടെ 2 ഈ പൂച്ചയുണ്ട്. ഇതെല്ലാം കൂടിനകത്തൊക്കെ കിടക്കും. അതിനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ അത് കാരണം ഇവിടോട്ട് പോകുന്നു. ക്യാമ്പിലോട്ട് പോയാൽ ഇതുങ്ങളെയൊക്കെ തന്നെ എടുക്കും. മൂലംപൊങ്ങുമ്പ്ര പാടശേഖരത്തിൽ വെള്ളം കയറിയതോടെയാണ് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിച്ചെങ്കിലും ജീവനോപാധിയായ വളർത്തുമൃഗങ്ങളെ മാറ്റി നിർത്താൻ പക്ഷേ ഇവർ തയ്യാറായിരുന്നില്ല. ഇവിടെ ഇപ്പം 4 കുടുംബം ഞങ്ങളിവിടെ താമസമുണ്ട്. അവർക്കെല്ലാം പശുക്കളും, ഞങ്ങൾ ഈ 4 കുടുംബവും എല്ലാം പശു, ആട്, ഇതൊക്കെ താറാവ്, ഇതൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അതിനെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇതിന് ഞങ്ങളെ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും തീറ്റി കൊടുക്കാൻ പിന്നെ ഇവിടെ അങ്ങ് ആരുമില്ല. ഇതുങ്ങൾക്ക് തീറ്റി കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ കാര്യം നടക്കും, പക്ഷേ ഇതുങ്ങൾക്ക് 10-2000 താറാവ്, 5-8 പശു അതിനെ കറക്കുന്നതുകൊണ്ട് ഇന്നോ നാളെ പ്രസവിക്കാൻ നിൽക്കുന്ന പശുക്കളുണ്ട്. ഇതിനെയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. വെള്ളമിറങ്ങിയിട്ട് വേണം ഇനി വീടുകളിലേക്ക് തിരികെ പോകാൻ. വീടും കൃഷിയുമെല്ലാം ആദ്യം മുതൽ ശരിയാക്കിയെടുക്കണം. ഇതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് മലയാളം, ആലപ്പുഴ.